സഹോദരങ്ങളെ, ഇന്നത്തെ സുവിശേഷത്തിൽ ഫരിസേയരോടും നിയമജ്ഞരോടുമൊക്കെ ദുരിതം എന്ന് പറയുകയാണ്. കാരണം അവരുടെ ജീവിത രീതിയുടെ അവസ്ഥ കൊണ്ടാണ് അങ്ങനെ അവരെ വിളിച്ചത്. വെള്ളയടിച്ച കുഴിമാടങ്ങളെ എന്നാണ് അവരെ വിളിച്ചത്. എത്ര മനോഹരമായിട്ടാണ് നമ്മൾ കുഴിമാടങ്ങളൊക്കെ അലങ്കരിക്കുന്നത്, അല്ലേ, ഡെക്കറേറ്റ് ചെയ്യുന്നത്. എന്നാൽ അതിൻ്റെ ഉള്ളിലുള്ളത് എന്താണെന്ന് നമുക്കറിയാം. ഇതൊരു വലിയ വർണ്ണനയാണ്, അല്ലേ? നമ്മെ എങ്ങാനും അങ്ങനെ വിളിച്ചാൽ നമുക്ക് എന്ത് തോന്നും? നമ്മളിപ്പോൾ പറയുമോ, ഞാൻ അങ്ങനെയൊന്നും അല്ല, അല്ലേ, ഞാൻ അങ്ങനെയൊന്നുമല്ല, ഞാനായിരുന്നെങ്കിൽ അങ്ങനെയൊന്നും വിളിക്കുകയില്ലായിരുന്നു. എന്നാൽ പൊന്നു സഹോദരങ്ങളെ, ഇന്നത്തെ നമ്മുടെ സമൂഹത്തിലും അതിന് സമാനമായിട്ടുള്ള കാര്യങ്ങൾ കാണുവാനായിട്ട് കഴിയും. ശരിക്കും ശ്രദ്ധിച്ചാൽ നമ്മൾ ചെയ്യുന്നതെല്ലാം ശരിയാണ് എന്ന് ചിന്തിക്കാത്ത ആരാ ഉള്ളത്? ഒരു കുറവുണ്ടെന്ന് സമ്മതിക്കാൻ ആർക്കാണ് തയ്യാറാവുക? പോരായ്മകളെ ഏറ്റുപറഞ്ഞത് തമ്പുരാൻ്റെ മുമ്പിൽ ഏറ്റുപറയണം. തമ്പുരാൻ്റെ മുമ്പിൽ ഏറ്റുപറഞ്ഞ് ഞാൻ വർത്തിയല്ല എന്ന് പറയാൻ തക്കവിധം നമുക്കൊരു കൃപ ലഭിച്ചിരുന്നെങ്കിൽ താഴ്മയെ എത്രമാത്രം അവൻ അംഗീകരിക്കുന്നു. കാരണം അവൻ താഴ്ന്നു വന്നവനാണ്. സ്വർഗത്തിൻ്റെ സമാനത വെടിഞ്ഞ് താഴ്ന്നു വന്നവനാണ്. പരിശുദ്ധി അമ്മയും പറഞ്ഞു, ദാസിയുടെ താഴ്മയെ അവിടുന്ന് കടാക്ഷിച്ചു എന്ന്. ഇതുപോലെ ശുശ്രൂഷകരും എല്ലാവരും താഴ്മയെ പിടിച്ചു നടക്കുവാൻ ഇടയാകട്ടെ. അതിനായി പ്രാർത്ഥിക്കാം. പരിശുദ്ധി അമ്മയെ സഹായിക്കണേ. വിശുദ്ധ യോസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. വരണേ ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. രോഗത്താൽ ഞാൻ വലഞ്ഞിടുമ്പോൾ